ഓരോ ദിവസം നമുക്ക് ഓരോ ചലഞ്ച് വരും. അപ്പൊ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ കുറിയൊക്കെ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ബ്രോന്റെ ഒരു വീഡിയോ കാണുന്നത്. അത് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സ്കോഡിന്റെയും ഒരു ഷാജാന്റെ ഇതും കൂടി നമ്മളിത് മിക്സ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അതിനെ റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇറക്കി ഞാനും മണവാളിനും നമ്മളെല്ലാവരും കൂടിയിട്ട്. അപ്പൊ നമ്മളതിൽ പിടിച്ചിരുത്തിയതാണ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് എനിക്ക് പേഴ്സണലായിട്ട് സംഭവമില്ല. എന്നെയും ഇവനൊക്കെ അതിൽ പിടിച്ചിരുത്തിക്കണതാണ് മണവാളൻ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കണ്ടന്റ് ചെയ്തപ്പോൾ ആളുടെ ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വാണെന്നും ഫസ്റ്റ് ഞാനാണ് വിളിക്കണത് എന്ത് വാണം എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ തമാശക്കാരും വാണം എന്ന രീതിയിലാണ് ഞാൻ വിളിച്ചത്. അത് വളരെ ഇതായി പോയി. അത് കണ്ടിട്ടാണ് ബ്രോ ഒരു വീഡിയോ ചെയ്തത്. റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ കുറിച്ചിട്ടുള്ള നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മണവാളം വിളിച്ചു ആ സംഭവം. അപ്പൊ ഞാൻ എല്ലാം വിളിച്ചത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് കോൾ വിളിച്ചിട്ട് ബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോനെ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് സംസാരിച്ചു. എന്തെങ്കിലും വിഷയമുണ്ടോ, പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങൾ ഇതോടുകൂടി തീർന്നിട്ട് അവൻ സംസാരിച്ചു. അത് ബേസിക് പേഴ്സണലായിട്ട് എനിക്കറിയില്ല, എന്നെ കുറിച്ചിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. കാരണം മണവാളം വിളിച്ചു അത് സോൾവ് ചെയ്തു. എന്നെ കുറിച്ചിട്ടൊരു കാര്യം അതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പിന്നെ കാണുന്ന രണ്ടാമത്തെ റിയാക്ഷൻ ആ കോളില് മണവാളം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ബ്രോ നിങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ്, അത് നമ്മുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാ, നമ്മളത് റെക്ടിഫൈ ചെയ്തോളാം, അവനോട് പറഞ്ഞോളാന്ന്. അത് മണവാളം ബ്രോയുടെ അടുത്തും പറഞ്ഞിട്ടില്ല, ലൈവിലും കേൾപ്പിച്ചിട്ടില്ല. പക്ഷെ എന്റെ അടുത്ത് അത് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും മുന്നിൽ ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ കൺമശി വേണമെന്നൊക്കെയാണ് എന്നെ വിളിക്കണേ. നോക്കാൻ പറ്റില്ല. ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പൊ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിനോട് വയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്നിരുന്നു. എനിക്ക് പറ്റില്ല. ആൾക്കാർ എന്നെ എന്റെ പൊന്നോ ഒരുമാതിരി നോട്ടമൊക്കെ നോക്കണം. ലൈഫിൽ ഇങ്ങനെ പോയിട്ടില്ല എയറില്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ മണവാളൻ എന്റെ അടുത്ത കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കോൾ ചെയ്ത കാര്യങ്ങളൊക്കെ രണ്ടാമത് ഞാൻ വന്നിട്ട് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് എന്റെ റിയാക്ഷൻ വീഡിയോ കാണുന്ന വെച്ചാൽ എന്റെ ഫാദറിനെ വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് അതിന് റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തത്. ഫുള്ള് തെറി, അങ്ങനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തത്. എനിക്കത് അറിയണ്ടെന്നില്ല. ആ വീഡിയോ ആണ് മൊത്തത്തിൽ കയറി പോയിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ ആളെ റിയാക്ട് ചെയ്യുന്നൊരു വീഡിയോ. അത് ഞാൻ ഇത് കണ്ടുകൊണ്ട് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. പേഴ്സണലായിട്ട് ആ മണവാളം വിളിച്ചതോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ കുറിക്കുണ്ണെ അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞത് ഇത് കൺമേശി വേണമെന്നൊക്കെ എന്നെ വിളിക്കണം. ഞാൻ കൺമേശി ഇടാറില്ല, കൺമേശി ഞാൻ ഇടാറില്ല. പിന്നെ ഇത് വെച്ചൊരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഒരു കുറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു റെഡ് കളറില്. അത് ഞാൻ രാജരാജ കമ്മത്ത് ചെയ്തതാ. പക്ഷെ അത് എന്റെ ഫോട്ടോ ഒക്കെ ഇപ്പൊ ഓരോ ഇതില് അത് വേറൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ വേറൊരു റിയാക്ഷൻ വീഡിയോ കൂടി കയറി വന്നു. നമ്മുടെ ഈഗിൾ ബ്രോന്റെ വീഡിയോ വന്നപ്പോ നമ്മള് അതിന് നോർമലി ആയിട്ട് സംസാരിച്ചു. സത്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ അവിടെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. കാരണം എനിക്ക് ഇവിടെ വന്നപ്പോഴുള്ള എക്സ്പീരിയൻസ്, എനിക്ക് ഇപ്പോഴാണ് ആളെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. എനിക്ക് ആളെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനൊരു ഗെയിമിനെ കുറിച്ച് എനിക്കൊരു തേങ്ങ അറിയില്ല. അതാണ് ഞാൻ ഈ പാമ്പും കോണിയും പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് ഗെയിമിങ് എന്താണെന്ന് ഞാൻ അറിയില്ല, ഗെയിമിങ് എന്താ സംഭവം പോലും എനിക്കറിയില്ല. പക്ഷെ ആളെ ഇവിടെ വന്നപ്പോഴാണ് ആളെന്താണ് എങ്ങനെയാണെന്നുള്ള മൊത്തത്തില് കിളി പോയിരിക്കാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഞാൻ ഇപ്പോ ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവരെ കൂടി എന്നെ തല്ലുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ. എനിക്ക് പുറത്തിറങ്ങിയപ്പോ ഞാൻ ഇവരെ നാട്ടിൽ വന്നപ്പോ ചോദിച്ചു തല്ലി കിട്ടുന്ന എല്ലാവരും നോക്കണ്ടേ, ഒരു മനുഷ്യനെ അറിയാത്തില്ല സത്യം പറഞ്ഞ. പക്ഷെ ആള് സിമ്പിളായിട്ട് എന്നോട് വന്നിവിടെ ഇരിക്കാൻ പറഞ്ഞു, സംസാരിക്കാൻ പറഞ്ഞു. അത് ആളുടെ ഒരു മാന്യതയാണ്. കാരണം എനിക്ക് പേഴ്സണലായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. എന്റെ വീട്ടിൽ നിന്ന് എന്റെ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു, വാപ്പ ദുബായില്ല, ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് മണവാളൻ നമ്മളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്ത് ആളെ വിളിച്ച് പറയുമ്പോൾ എന്നാ എന്റെ കേസ് എന്നോട് പറയണ്ട, അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. സോ അതായിരുന്നു സംഭവം. അപ്പോ ഈ കുറി എനിക്കത് അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഈ കുറിയിട്ട സംഭവം നിങ്ങൾ ഇട്ടില്ല. അതിപ്പോ മൊത്തത്തില് ഇൻസ്റ്റയില് റിക്വസ്റ്റ് വരെ അങ്ങനെ തെറി വിളിച്ചുകൊണ്ടാണ് വന്നോണ്ടിരിക്കുന്നത്. നിലവില് തന്ത്രമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. ഏത് ഇൻസ്റ്റയില് അത് ഏതൊക്കെയോ പേജ് ഞാൻ ഇപ്പൊ എടുത്ത് നോക്കാറില്ല, നോക്കാൻ പറ്റണില്ല. ഇതിങ്ങനെ 1500-2000 കമന്റാ. യൂട്യൂബിൽ ഇന്നവരെ കിട്ടണ 4-3 എനിക്ക് 5 കമന്റാ എനിക്ക് വന്നിരിക്കണത്. ഇപ്പൊ യൂട്യൂബ് നോക്കുമ്പോ എനിക്ക് കിളി പോയി. 1300-2000 കമന്റ് ആവും. ഒരു കമന്റ് പോലും എനിക്ക് സപ്പോർട്ടില്ല, ഒറ്റ കമന്റ് നോക്കിയില്ല. പിന്നെ ഞാൻ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വേറെ പോയി അടിക്കേണ്ടി വരും എനിക്ക് വേണ്ടി ഒരു കമന്റ്. ഒരു കമന്റ് ഇല്ല, നിരത്തി അടിച്ചിക്ക്. എന്നിട്ടാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് ചാതി അടി പറവൻ കാക്കന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലില്ല, സംഭവം ഇല്ല.
ശരിക്കും എനിക്കാണ് കിട്ടാറ് 4, 3, 5 വ്യൂസ്. 5 വ്യൂസ്. പിന്നെന്ന് വെച്ചാൽ കിളി പോയി മൊത്തത്തില്. എന്താ പറയാ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇവിടെ വരുന്നത് മറ്റേ മായാവില് തോർത്തൊക്കെ ഇട്ടിട്ടാ ഞാൻ ഇതുവരെ വന്നത്. സത്യം എനിക്ക് കാർ എടുക്കാനും കാർ ഓടിച്ചിട്ട് എണ്ണാനൊന്നും എൻ്റെ കാശില്ല, 5 പൈസ എൻ്റെ കയ്യിലില്ല. എനിക്ക് എൻ്റെ പിള്ളേരാണ് കാറൊക്കെ എടുത്ത് എന്നെ ഇവിടെ കൊടുക്കുന്നത്. കാരണം ഞാൻ എങ്ങനെ ബസ്സിൽ വരിക, ബസ്സിൽ എനിക്ക് വരാൻ പറ്റില്ല. ഇറങ്ങി വിടുന്ന നോട്ടം തുടങ്ങി, അവിടുന്ന് പോരല് തുടങ്ങി, പുറകിന്നൊക്കെ വിളിക്കണേ, കൺമശിന്നൊക്കെ വിളിക്കണേ. ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ വെച്ചാൽ നമ്മളിപ്പോ യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് വരുന്നേ ഉണ്ടാവുന്നുള്ളൂ. 4, 3, 5 വ്യൂസ് ഒക്കെ ആയിരുന്നു എനിക്ക് കിട്ടുന്നത് 2, 3 വീഡിയോക്കൊക്കെ. പക്ഷെ ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ കമന്റ്, എൻ്റെ പൊന്നെ കമന്റ് സെക്കൻഡിൽ വന്നുകൊണ്ടിരിക്കുകയോ യൂട്യൂബില്. ഞാൻ തന്നെ ചോദിച്ചത് എന്ത് സംഭവം തന്നെ, മൊത്തം ഒരെണ്ണമില്ല നല്ലത്, ഒക്കെ എതിരെ, ഒരു കമന്റ് പോലും എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല അതിൽ. വളരെ എന്താ പറയാ, നല്ല നന്നായി എന്താ പറയാ അത് സംഭവം. നന്ദിയുണ്ട് എന്നെ എല്ലാം ഇതാക്കിയതിന്. കരയും ഞാൻ. നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കാര്യങ്ങൾ കറക്റ്റ്. എനിക്ക് പേഴ്സണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ഞാൻ സത്യം പറയാമല്ലോ, എനിക്ക് ഗെയിമിങ് എന്താണെന്ന് അറിയില്ല. ഞാൻ ബ്രോന്റെ മോട്ടിവേഷൻ എന്തോ 2 വീഡിയോസ് കണ്ടിട്ടുള്ളൂ. ഞാൻ ഇത് കുറിച്ച് എനിക്ക് അറിയില്ല, പേഴ്സണലി എനിക്ക് അറിയില്ല. ഞാൻ ഉള്ളത് പറഞ്ഞത്, എനിക്ക് പേഴ്സണലി അറിയില്ല. ഗെയിമിങ് മറ്റേ മോട്ടിവേഷൻ ഒക്കെ എടുത്ത് യൂട്യൂബിൽ വരില്ലേ, അതാണ് ഞാൻ കാണല്. പക്ഷെ ഇത് ഇത്രയും വലിയ സംഭവം ഞാൻ ഇപ്പോൾ അറിഞ്ഞത് മൊത്തത്തില്. അപ്പോ ഞാൻ പേഴ്സണലായിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന ആളോ അങ്ങനത്തെ ഒരു ആളേ അല്ല. അപ്പൊ പെട്ടെന്ന് ഇപ്പോ നമ്മുടെ വായിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വരില്ലേ, അങ്ങനെ വന്നൊരു സംഭവമാണല്ലേ. അതെ അതെ, ഞങ്ങൾ തന്നെയാണ് ഈഗിൾ ബ്രോനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഈഗിൾ ബ്രോ ഞങ്ങക്ക് സംസാരിക്കാണ്ട്, അത് ആള് പറഞ്ഞു എന്നോട് പറഞ്ഞു, നീ വായോ എന്നാണ് നമ്മളോട് പറഞ്ഞത്. സമയം ഇത്ര ഈ സമയത്ത് ഇവിടെ എല്ലാവരും ഉണ്ട്. ഈഗിൾ ബ്രോന്റെ വീട്ടിൽ ഈഗിൾ ബ്രോന്റെ ഫാമിലീസും വൈഫും എല്ലാവരും ഉണ്ട്. അതിനിടയിൽ കൂടെ നമ്മളെ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് ഇരുത്തണം. സത്യം പറഞ്ഞാൽ എന്നെ ചൂലെടുത്ത് പുറത്താക്കാണ് വേണ്ടത്. എന്നെ ആള് വിളിച്ചിരുത്തി, ഈ സമയത്ത് ഇടിച്ചിരുത്തി എനിക്ക് കുടിക്കാൻ കാര്യങ്ങൾ, എനിക്ക് കുടിക്കാൻ ഫുഡ് വന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത്. സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചു തല്ലുന്ന സത്യം. പിന്നീട് പുറത്തു വന്നപ്പോ ഡോഗ് ഉണ്ടായിരുന്നു, ഡോഗുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോഗ് പോലും നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ എത്തി. നമുക്കിത് പറയണമെന്നുണ്ടായിരുന്നു എല്ലാവരോടും. കാരണം അത്ര അധികം കമന്റ് ആയിട്ടും ബാക്കിയായിട്ടും എല്ലാം വന്നോണ്ടിരിക്കുക. നമുക്ക് സത്യം ഭയങ്കര രീതിക്ക്, ചെറുതായിട്ടൊന്നല്ല വണ്ടി രീതിക്ക് വീട്ടിൽ പോലും ഉമ്മ കയറ്റാത്ത അവസ്ഥയായി എന്റെ. ഞാൻ പറയണെന്ന് വെച്ചാൽ ഞാൻ പറയല്ലേ കേസ്, എനിക്ക് ഇത്രേ പറയുള്ളൂ. അതായത് ഇവർക്ക് ഈ കാര്യം പറയണം എന്ന് പറഞ്ഞു, ഇവർക്ക് ഈ കാരണം പറയണം എന്ന് പറഞ്ഞപ്പം എന്തായാലും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുടെ POV ത്രൂ ഇവർക്ക് ഇത് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം, അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. മണവാളിനെ കോള് വിളിച്ചതിന്റെ അപ്പം തന്നെ ഞാൻ മണവാളിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മണവാളിന് എന്നോടും പറഞ്ഞായിരുന്നു, അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കാ. എന്താ ക്യാമറ കേട്ടോ ഫോക്കസ് ബ്രോ അവിടെ കറക്റ്റ്. ഇപ്പൊ മണവാളിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ഇത് എന്താ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് മണവാളൻ പറഞ്ഞു, അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ മിസ്റ്റേക്കാണ്, ഞാൻ അത് അവരോട് സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാ. ഇപ്പൊ പുള്ളി ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്താ ഇനി വീണ്ടും നമ്മളെ വെച്ച് അടുത്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചോണ്ടിരിക്കുക, മനസ്സിലായി. അപ്പൊ ഇത് മണവാളൻ ബ്രോ എക്സ്പോഷർ ആണോ വേണ്ടേ? ഇത് അതാണോ? കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിന്റെ ഒരു ഞാൻ ചോദിക്കുന്ന കേട്ടായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവരെ നിർത്തി പറയണില്ല, കാരണം ഒരു ബേസിക് റെസ്പെക്ട് എനിക്കുണ്ട്. കാരണം നിങ്ങൾ കുറെ നാളായിട്ട് അറിയാവുന്നവരെ, ഇവരെ നിർത്തി നോക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് ബ്രോയ്ക്ക് അത് പിന്നീട് ഫീൽ ആവും. ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനുള്ളത്, മനസ്സിലായി. അതാ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ. പിന്നെ എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛം മാത്രമേ ഉള്ളൂ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ, അതെനിക്ക് പറയണമായിരുന്നു. അതുകൊണ്ട് ഇന്റർഫിയർ ചെയ്തത് ബ്രോ നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് നമുക്കിപ്പോ ഈ ഒരു കാര്യം, ഈ ചാറ്റ് ഭയങ്കര രീതിക്ക് ഭയങ്കര ഇത് വന്നോണ്ടിരിക്കുന്നുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഭയങ്കര രീതിക്ക്. അതിനു വേണ്ടി നമ്മൾ സംസാരിക്കാൻ എന്തായാലും വന്നേ പറ്റൂ. കാരണം നമുക്ക് വീണ്ടും പഴയ പോലെ വീഡിയോസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകണം. നമ്മള് മുന്നേ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്നു, പിന്നെ ഒരു ബ്രേക്ക് വന്നു. ഇപ്പൊ ചാനലൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുമ്പോഴാണ് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ കാര്യങ്ങളിലോട്ട് റീച്ചിന് വേണ്ടിട്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ തെറി വിളിക്കാൻ നിൽക്കുന്ന ഒരാളെയല്ല. ഞാൻ റീച്ചിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ അപ്ലൈ ചെയ്യായിരുന്നു, റീച്ചിന് വേണ്ടി നോക്കുന്ന ആളല്ല. പക്ഷെ എനിക്കിപ്പോ ഞാൻ എന്തായാലും ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ തുടങ്ങുന്നതാണ് അല്ലേ? അതെ, ഇനി നമ്മൾ വീണ്ടും ആദ്യം
അപ്പൊ റീച്ചിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തെറി വിളിക്കുന്ന ഒരു സംഭവം പേഴ്സണേ അല്ല, എന്നെയാണ് ഇപ്പൊ ഫുള്ള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് എല്ലാരും. ഞാൻ തെറി വിളിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ കോള് എന്നെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല ഒന്നുണ്ട്. രണ്ടാമതാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ഇപ്പൊ എനിക്കത് കൊണ്ടു, ആള് റിയാക്ട് ചെയ്തിട്ടുള്ള സംഭവം എനിക്ക് കൊണ്ടു, എന്റെ വാപ്പാനെ വിളിച്ചപ്പോൾ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തത്, റിയാക്ഷൻ വീഡിയോ. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യണത്, അതുവരെ ചെയ്തിട്ടില്ല. ആ സംഭവം ഇങ്ങനെ പോവുകയും ചെയ്തു എയറിൽ. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്ത ആളുടെയാണ് മാറിപ്പോയത്. അതെ, ചെയ്തത് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. അത് കിട്ടി. ഒന്നും അറിയാണ്ട് നമ്മ കേറി സംസാരിക്കുമ്പോ ഇങ്ങനെ പലതും. സംഭവം എനിക്ക് ഗെയിമിങ്ങിനെ കുറിച്ച് അറിയില്ല, ഇതൊന്നും അറിയില്ല. ഞാൻ റീച്ചിന് വേണ്ടിട്ടൊന്നുമല്ല ഇത് ചെയ്തിട്ടുള്ളത്. ആൾക്കാർ ഇരിക്കുന്ന റീച്ചിന് വേണ്ടിട്ടാവും അവന്. എനിക്കിത് അറിയില്ല പേഴ്സണലി. എന്നെ പേഴ്സണലി അറിയണവർക്ക് അറിയാം എന്റെ ക്യാരക്ടർ എന്താണെന്ന്. ഞാൻ ഇങ്ങനെ തെറി വിളിക്കണത് അങ്ങനത്തെ ഒരാളെ അല്ല. പിന്നെ ആ കുറി ഇട്ട് വന്ന കേസ് എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്തതാ. പക്ഷെ ആ ഒരു കാര്യം മനസ്സിലാക്കി, എന്തായാലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ അപ്പോ എയറിലാക്കി എല്ലാവർക്കും നന്ദിയുണ്ട്. ഓക്കെ, ബാക്കി ബ്രോ സംസാരിക്കും. ഞാൻ സംസാരിച്ചോളാം. എക്സോസർ ആക്കാനുള്ള കേസ് അവർക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് അവര് പറയാൻ വേണ്ടിട്ട് വന്നതാണ്. അവരെ ഞാൻ ബാക്കി ഇരുത്തി ഇതാക്കുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. കുറെ പേര് ചാറ്റിൽ കുറെ പേര് സോറി പറയാനുണ്ട് ബ്രോ അടുത്ത്. അതപ്പോ അങ്ങനെ ആ ഒരു രീതിയിൽ വിട്ടാൽ മതി. കോണ്ടന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യപ്പെട്ടതാണ് എന്ന് ബ്രോ തിരിച്ചറിഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇത്ര ദൂരം വന്നത്. അതെ, ആ ഒരു സാധനം എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് പറയുമോ ബ്രോ, ഇപ്പോഴേ നേരത്തെ തിരിച്ചറിഞ്ഞതിൽ നന്നായി. അല്ലാതെ ഇനി കുറെ നാൾ നിന്നിട്ട് നിങ്ങളെ യൂസ് ചെയ്ത് ഇതാക്കിക്കേണ്ടതിന് പകരം ഇപ്പോഴേ നന്നായി. പുള്ളി വിചാരിച്ച പോലത്തെ റീച്ചൊക്കെ പുള്ളിക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു ബ്രോ. നന്നായിട്ട് നടക്കട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ. അപ്പൊ എന്തായാലും ഇവിടെ വരെ വന്ന് ക്ലിയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം ബ്രോ. എന്റെ സൈഡിൽ നിന്ന് ബ്രോയുടെ ഫാമിലി മെൻഷൻ ചെയ്തതിന് ഒരു മോശം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ സൈഡിൽ ഞാൻ സോറി പറയുന്നു. അല്ല, അത് കുഴപ്പമില്ല. ഇതിപ്പോ വന്ന് നിങ്ങൾ ക്ലിയർ ചെയ്തല്ലോ, അതിന് വലിയ കാര്യം. അപ്പൊ ഞാൻ ഫാമിലി മെൻഷൻ ചെയ്തതിൽ വിഷമമായെങ്കിൽ ഐ എം സോ സോറി. നമ്മുടെ കൂടി ക്ലിയർ ചെയ്യണല്ലോ. മനസ്സിലായി. അപ്പൊ ഇത് അങ്ങനെ പോട്ടെ. ഈ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നടക്കട്ടെ. താഴോട്ട് വരണോ? ഇല്ല, ഒക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഞാൻ ഇനി പറയാൻ പോണ ക്യാരക്ടർ സാങ്കല്പികം മാത്രമാണ്. കൊച്ചിലെ തൊട്ട് കൂടെ ഉണ്ടായിരുന്ന 2-3 ഹലോ ബ്രോ പറഞ്ഞോ. ഞാനിപ്പോഴും ലൈവിലാണല്ലോ മച്ചാനെ. എന്താ ബ്രോ കേട്ടില്ല? മണോളെ കേട്ടില്ല. ഞാൻ വിളിക്കുമ്പോ കാറിൽ ഇരുന്നിട്ടാണ് വിളിച്ചത്. ഇവര് ഓൾറെഡി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരിപ്പോ എന്താ പറഞ്ഞെനിക്ക് മനസ്സിലായില്ല. ബ്രോന്റെ അടുത്ത് വന്നിട്ട് മച്ചാനെ, ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യമല്ലേ ബ്രോ? എന്താ ഇവര് സംസാരിക്കാൻ വരുവാണെന്ന് അല്ല മച്ചാ, ഇവര് സംസാരിക്കാൻ വരുവാന്ന് പറഞ്ഞപ്പോ ബ്രോയുടെ കൂടെ ഇരുന്ന് ലൈവ് ചെയ്തവരല്ലേ. അമ്മമാരനോട് പറഞ്ഞത് അമ്മമാരുടെ കയ്യിൽ പൈസ പോലും ഉണ്ടായിരുന്നില്ല ഇവിടെ വരാൻ. അവര് കൂട്ടുകാരെ വിളിച്ചിട്ട് ഇതായിട്ടാ വന്നതെന്നാ പറഞ്ഞേ. അപ്പൊ ബ്രോ അമ്മമാരുടെ ഫോണിൽ 30 വട്ടം വിളിച്ച കോളിൽ അവൻ എന്നെ കാണിച്ചായിരുന്നു. ബ്രോ പോണ്ട അല്ല അപ്പൊ ഇന്നെന്തോ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. ഞാനോ അല്ല മനസ്സിൽ നിങ്ങള് പോവാ പോയിട്ട് എന്ത് ചെയ്ത് എന്താ പറഞ്ഞോ. അപ്പൊ എന്ത് ചെയ്ത് അതിനനുസരിച്ചിട്ട് ഞാൻ മച്ചാനെ, ഞാനൊരു കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ. ഞാൻ കുറെ നാളായിട്ട് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ സന്തോഷത്തിൽ ഞാൻ പൊക്കോണ്ടിരിക്കുക. ഞാൻ പറയണ കേക്ക്. എനിക്ക് ഇതിനകത്തിരുന്ന് നിങ്ങളുടെ ബോക്സിംഗ് യൂണിവേഴ്സിൽ ഇടപെടാൻ താല്പര്യമില്ല മച്ചാനെ. എനിക്ക് താല്പര്യമില്ല. നിങ്ങളെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും മച്ചാനെ. എന്ത് മിസ്റ്റേക്ക്? ഞാൻ പറഞ്ഞ കണ്ടന്റ് എന്താ അറിയോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ അവിടെ പോയിട്ട് സോൾവ് ചെയ്യുകയും ചെയ്യോ. ഓക്കെ, അത് അവിടെ സോൾവ് ചെയ്തു എന്ന് ഞാൻ ഇവിടെ പറയാം എന്നാണ് ഞാൻ പറഞ്ഞത്. ബ്രോ മണവാളം ബ്രോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ബ്രോയുടെ ഡിസ്കോഡില്
മൂന്ന് വീഡിയോ ഉള്ളൂ. ഒന്ന് PSG-ലെ ആ വീഡിയോ, ഒന്ന് എന്റെ വീഡിയോ, അതിന്റെ താഴെ ചന്തി കാണിച്ചിരിക്കുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ മനസ്സിലായോ? ഈ 3 സാധനം ഉള്ള അതിനകത്ത്. പകരം ഡിസ്കോ ട്രോൾസ് റിയാക്ഷൻ എന്താണെന്ന് കാണണമെങ്കിൽ ബ്രോ ഈ എന്റെ ഡിസ്കോഡ് അവരൊക്കെ ഡിസ്കോഡ് എടുത്ത് നോക്കി അതിനകത്ത് ആൾക്കാരിടുന്ന കാണാം. ഇത് 3 നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. നമ്മള് സ്ട്രീമർ അല്ല ഒന്നാമത്. അപ്പൊ പിന്നെ ബ്രോയുടെ പ്രാങ്ക് വീഡിയോയും സ്ട്രീം വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് എവിടുന്നാണ് കിട്ടിയെന്നുള്ള വീഡിയോ ആ സാധനം ഡയറക്റ്റ് എന്ത് ചെയ്ത് ഞാൻ അത് ഇൻസ്റ്റയിൽ അയച്ചു തന്നിട്ടുണ്ട്. മച്ചാനെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, മച്ചാനെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും ബ്രോ, കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും പ്ലീസ്. ബ്രോ ലൈവില് പറഞ്ഞത് ഞാൻ അവരെ കണ്ടന്റിന് വേണ്ടി യൂസ് ചെയ്തതാണ്. ഒബ്വിയസ്ലി, പിന്നെ അല്ലാതെ. പറഞ്ഞിട്ടോ ഇല്ല. മച്ചാൻ എന്താ വിളിച്ചപ്പോ എന്നെ പറഞ്ഞത്? മച്ചാന്റെ അടുത്ത് എന്താ പറഞ്ഞേ? മച്ചാൻ പറഞ്ഞില്ലേ ഞാൻ അവരെ ക്ലിയർ ആക്കാന്നാ ഞാൻ പറഞ്ഞത്. അവര് ചെയ്തത് തെറ്റാണ്, അത് നമ്മൾ ക്ലിയർ ആക്കാണ്. ഞാൻ വിളിക്കണ സമയത്ത് നിങ്ങളുടെ റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല. ഇൻഫാക്ട് നിങ്ങളുടെ റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല. അതിനുശേഷമാണ് ഇവര് പറയുന്നത് ഇതിന്റെ തന്തക്ക് വിളിച്ചിട്ടുണ്ട്, എനിക്ക് തിരിച്ചിട്ട് വിളിക്കണം. അന്നാ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ബ്രോയോട്, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. അവരെന്നോട് പറഞ്ഞിട്ട് പോയല്ലോ, ഇവര് ആ വീഡിയോ, അതായത് അവൻ എന്നെ തെറി വിളിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോ ക്യാമറയുടെ ബാക്കിൽ മണവാളം നിൽക്കുവാണ്. അന്നേരം മണവാളിന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് പറഞ്ഞുതരാം. ആ സാധനം എന്താ അറിയോ, ഞാൻ പറഞ്ഞു എന്റെ ലൈവിൽ ഇരുന്നിട്ട് എന്ത് തെറി വിളിക്കാൻ സമ്മതിക്കില്ല. ഞാൻ അവന്റെ ചാനൽ ഇട്ടോളാ പറഞ്ഞു. അയ്യോ, അന്നേരം എന്താ ബ്രോ പറയാൻ നമ്മളത് ഉച്ചക്ക് സോൾവ് ആക്കിയതാണെന്ന്? ഉച്ചക്ക് സോൾവ് ആക്കിയെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ തന്തക്ക് വിളി കേട്ടിട്ട് പിന്നെ എന്ത് ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയണ്ടേ പറഞ്ഞു. ശരി, അതിന് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അതിന് മുട്ടിക്കില്ല. ബ്രോ അവരിപ്പോഴും പറയണത് നമ്മൾ സോൾവ് ആക്കിയ കാര്യം അവരോട് ബ്രോ പറഞ്ഞിട്ടില്ല. ഞാൻ സോൾവ് ആക്കിയ കാര്യമാണ്, അത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി അപ്പൊ ഇത് കേട്ടിട്ടില്ല. ഇത് നിങ്ങൾ പറഞ്ഞ റിയാക്ഷൻ, ആളെ തന്തക്ക് വിളിച്ചു എന്ന് പറയുന്നത്. ആളെ തന്തക്ക് വിളിച്ചു എന്ന് പറഞ്ഞു. മച്ചാനെ എനിക്ക് ഇതില് ജീവിതം കളയാൻ വയ്യ മച്ചാനെ, സീരിയസ് ആയിട്ട് പ്ലീസ്. അല്ല എനിക്ക് ഇതില് ജീവിക്കേണ്ട ആവശ്യമില്ല മച്ചാനെ. എനിക്ക് ഇതിന്റെ ഈ ജീവിതം യൂസ് ചെയ്ത് ബ്രോയുടെ കൂട്ടുകാരോട് സംസാരിക്കും. അവരെന്നോട് പറഞ്ഞ കാര്യം ഞാൻ അതേപോലെ പറഞ്ഞു. മണവാള വിത്ത് റെസ്പെക്ട് ആണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അത് ലാസ്റ്റ് വട്ടം കോൾ വിളിച്ചപ്പോഴും മര്യാദക്കാണ് ഞാൻ സംസാരിച്ചത്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് സംസാരിക്കാൻ താല്പര്യമില്ല മച്ചാനെ. കോള് കട്ട് ചെയ്യും മച്ചാനെ. ശരി കട്ട് ചെയ്. ഓരോ വേണ്ട ഗൈസ്, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിന്റെ പുറത്ത് എനിക്ക് ഇതിനകത്ത് ലൈവ് ഇടാൻ എനിക്ക് താല്പര്യമില്ല. ഇവരുടെ സ്കോഡോ മറ്റേ സ്കോഡോ എന്ത് സ്കോഡ് വേണമെങ്കിലും എന്ത് വേണേ ചെയ്തോട്ടെ. എന്നെ ഇത് പേഴ്സണലി ബാധിക്കുന്ന കേസല്ല. ഞാൻ ഈ സമയത്ത് രാത്രിയിൽ എൻ്റെ ഫാമിലി ഉണ്ടായിട്ട് പോലും ഇവരെയൊക്കെ വിളിച്ച് ഇവിടെ വന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഞാൻ കാരണമെന്ന് ഞാൻ പറയത്തില്ല, ഇവൻ കാരണം 2 പേർക്ക് കേൾക്കേണ്ട വന്നത് വലിയ സീൻസാണ്. മനസ്സിലായോ? ആ വീഡിയോയും ഇതൊന്നും ഇത്ര ഹിറ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഗൈസ്. ഇന്ന് ഇവിടെ 23,000 പേരൊക്കെ കാണുന്നുണ്ടായിരിക്കും. ആൻഡ് ഇതെൻ്റെ വ്യൂവേഴ്സ് ആണെന്ന് ഒരിക്കലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. മനസ്സിലായോ? എനിക്ക് ഈ വ്യൂവർഷിപ്പ് വേണ്ട, എനിക്ക് വ്യൂവർഷിപ്പ് ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനത്തെ വ്യൂവർഷിപ്പ് ഇഷ്ടമല്ല. ഞങ്ങൾ ഇന്നലെ രാത്രി വെളുപ്പിനെ 4 മണി വരെ ഞാൻ ലൈവ് ഉണ്ടായിരുന്നു. 4 മണി വരെ ലൈവിൽ എനിക്ക് ആ സമയത്ത് ലൈവിൽ കാണാൻ ഒരു 2,000-3,000 പേരുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഓഡിയൻസ്. മനസ്സിലായി? എനിക്ക് അത് മതി. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ആൾ കൂടുമ്പോൾ പൈസയൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് ഇതിൽ പൈസയ്ക്ക് മറ്റേ സമാധാനമുള്ളൊരു പൈസ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതല്ല ഇത്. അതുകൊണ്ട് എനിക്ക് ഡെയിലി ഇതിടാൻ വയ്യ. അവിടുന്ന് എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ്, അവന്മാരുടെ വീട് തൃശ്ശൂരിൽ നിന്ന് അവർക്ക് എൻ്റെ വീട് വരെ വരാൻ മിനിമം ഒരു 7 to 8 hours ഡ്രൈവ് ഉണ്ടാവും. അവർ ഉച്ച തൊട്ട് ഇവിടെ വന്ന് നിൽക്കുക. ഞാൻ അവിടെ ഇൻകം ടാക്സ് ഓഫീസിലായതുകൊണ്ട് എനിക്ക് വരാൻ ഞാൻ നല്ല ലേറ്റായി. ഞാൻ ഇവിടെ വന്ന് ഇവരെ കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവരാൻ എനിക്ക് കുറച്ച് ടൈം വേണ്ടി വന്നതുകൊണ്ട് ഇത്രയും സമയം അതിൽ ലേറ്റ് ആയതിൽ എൻ്റെ ഭാഗത്തൊരിതുണ്ട്. അപ്പോൾ അത്രയും ദൂരം എന്നെ കാണാൻ വന്ന ഒരാൾക്കാരെന്നുള്ള രീതിയിൽ എനിക്കിത് പറയണം. ഇത് ആഗോള രീതിയിൽ ചർച്ച ചെയ്യേണ്ട ടോപ്പിക്കൊന്നുമല്ല. മനസ്സിലായ? ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള വീഡിയോസ് എനിക്കിത് കാണുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല. സത്യമായിട്ട് ഞാൻ പറയാം, എനിക്ക് ഇങ്ങനത്തെ വലിയ നമ്മളെ മാത്രം പൊക്കിയടിക്കുന്ന വീഡിയോ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂവിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എന്തെങ്കിലും ഒരു ഗെയിമിംഗ് രീതിയിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഒരു ട്രോഫിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോറി ഇടുമ്പോഴും നിങ്ങൾ ഇതാക്കുമ്പോഴും എനിക്ക് ആ സന്തോഷം വേറെയാണ്. അതല്ലല്ലോ ഇത്. ഈ കോൺട്രവേഴ്സി എന്ന് പറയുന്ന സാധനം എനിക്ക് ഡെയിലി ഇരുന്ന് ഇന്നലെ നമ്മളെല്ലാം നിർത്തി നമ്മുടെ കാര്യം നോക്കി വന്നതാണ്. അപ്പം
ഇത് വീണ്ടും ഇങ്ങനെ വന്നത് ആ പിള്ളേർക്ക് പറയാനുള്ള കാര്യം എനിക്ക് കേൾക്കണം ഇതാക്കണം തോന്നി. എനിക്ക് ഞാൻ അങ്ങനെ മറ്റേ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും അങ്ങനെ മാറ്റി പറയാത്തില്ല. ഇനി ആര് വന്നാലും, ഇനിയിപ്പം ബോക്സിങ്ങിന് നാളെ ഇവിടെ ആൾ വന്നാലും ഞാൻ ഇത് മാറ്റി പറയാറില്ല. പക്ഷേ ഇന്ന് അവൻ വന്ന് അവൻ്റെ കാര്യം എൻ്റെ ക്ലിയറായിട്ട് പറഞ്ഞപ്പം പബ്ലിക്കായിട്ട് തന്നെ ഞാൻ അവൻ എന്നെ തെറി പറഞ്ഞാൽ അവൻ്റെ അടുത്ത് സോറി 100 വട്ടം ഇപ്പോൾ പറഞ്ഞു വരുന്ന വഴിക്ക്. അപ്പം ഒരു വട്ടമെങ്കിലും ഞാൻ തിരിച്ച് പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അവൻ്റെ അടുത്തും സോറി പറഞ്ഞ് ഞാനിത് ഒഴിവാക്കുക. ബാക്കിയൊക്കെ ഇവന്മാരുടെ സ്ക്രിപ്റ്റും ഇതുമാണ്. മനസ്സിലായോ? ഇത് വിശ്വസിച്ച് ഗൈസ്, ഇത് സ്ട്രീമിങ് ഇതാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇവന്മാർ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി തെറി വിളിക്കാനും തിരിച്ച് ഇവിടെ വരാനും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പോയി ലോകത്ത് ആർക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈം നിങ്ങളെയാണ്. ഇപ്പോഴും പറയാം, കോൺട്രവേഴ്സിക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വന്ന എല്ലാവരോടും പറയാൻ പോകുന്ന കാര്യം അതാണ്. ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് നിങ്ങളുടെ വിലയേറിയ സമയം വേസ്റ്റ് ചെയ്യാണ് വെറുതെ ഇങ്ങനത്തെ ഇഷ്യൂവിൽ വേണ്ടിയിട്ട്. ഇവിടെ ഗെയിമിംഗ് ലൈവും ബാക്കി കാര്യങ്ങളും ബാക്കി നമ്മുടെ ഡിസ്കോഡ് റോൾസും എൻ്റർടൈൻമെൻറ്റിന് കാണാൻ വരുന്നവരോട് റെസ്പെക്റ്റ് മാത്രം. കോൺട്രവേഴ്സിക്ക് വേണ്ടി മൊബൈലിൽ ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ വന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. സീരിയസ് ആയിട്ട് ഇപ്പോഴും ഞാൻ പറയാം. അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തോന്നാം, ബട്ട് സ്റ്റിൽ ഞാൻ പറയാം ഗൈസ്, ഇതൊക്കെ വെറും സ്ക്രിപ്റ്റഡ് ഷീറ്റ്സ് ആണ്. മനസ്സിലായോ? അതായത് ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നേരെ RP കയറും, കണ്ടന്റ് കൂടെ പോവും, അല്ലെങ്കിൽ ഈ പറയണത് പോലെ എന്തെങ്കിലും ഗെയിംസ് കളിക്കുക. ഇതാണ് ഇത്രേ ഉള്ളൂ ഞാൻ എൻ്റെ സ്ട്രീമിംഗ് പാറ്റേൺ. ഈ സ്ക്രിപ്റ്റഡ് സ്ട്രീം ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയണത്. ചെയ്യുന്നതിനൊരു ബേസിക് എത്തിക്സ് ഉണ്ട്, ബേസിക് ഒരു ന്യായമുണ്ട്. അത് ചെയ്യുക, അത് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രമുഖ 2 ഫൈറ്റ് എന്ന് പറയുന്ന 2 ഗ്യാങ്സ് ഉണ്ടല്ലോ, അപ്പുറം ഇപ്പുറം നിന്ന് ചീത്ത വിളിക്കണത്, അതാണ് ഇപ്പോൾ കേരളത്തിലെ നമ്പർ 1 സ്ക്രിപ്റ്റഡ് ഷിറ്റ്. പറയാതിരിക്കാൻ വയ്യ. ഇത് ലൈവിൽ വന്ന് പറയാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഈ കൂട്ടത്തിലുള്ളവന്മാർ തന്നെ. അതാണ് അതിനേക്കാൾ വലിയ കോമഡി ഗൈസ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഇവരൊക്കെ പറയണത് മറ്റേ ഒറ്റയ്ക്ക് ഇരുന്ന് ലൈവ് ചെയ്യണത് നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് വേറെ കുറച്ച് പേര് പറയാറുണ്ട്. ബ്രോ, എൻ്റെ കൂടെ കളിക്കുന്ന പിള്ളേരെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുറ്റും നിർത്തിയാൽ ഈ ഒരു ഫേസ് ക്യാം തികയത്തില്ല. 40 പേരെ കൊണ്ട് നിർത്താൻ പറ്റുമോ ഇതിൻ്റെ ചുറ്റും? അപ്പം 4 പേരെ പോറ്റുന്നത് 40 പേരെ പോറ്റുന്നത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് മച്ചാനെ. അപ്പം കൂടെ നിൽക്കുന്നവരെ വളർത്തില്ലെന്ന് പറയണതിലൊന്നും എനിക്ക് ഇതൊന്നുമല്ല. ഒറ്റയ്ക്ക് മാത്രമൊന്നുമല്ല, എൻ്റെ കൂടെ ഒരുപാട് പിള്ളേരുണ്ടായിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. മനസ്സിലായോ? അതായത് എൻ്റെ ഈ TV എന്ന് പറയണത്, ഇവിടെ ഗെയിം കാണുന്നവർക്കറിയാം, ഞങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഒരു 10, 35, 40 പിള്ളേരുണ്ട്. അവന്മാർ ഈ ഫ്രെയിമിനകത്ത് കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ഞാൻ ഫാമിലി ആയിട്ട് താമസിക്കുന്നത് കൊണ്ടുമാണ്. എന്നാലും അവന്മാർ ഇവിടെ വരാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ദിവസങ്ങളിലെല്ലാം പറ്റുമ്പോഴൊക്കെ അവന്മാർ വരാറുണ്ട്. മനസ്സിലായോ? ഇതാണ് ഞാൻ ഇപ്പോഴും പറയാം നിങ്ങളോട്, ഈ സ്ട്രീമിംഗ് ചാനൽ തുടങ്ങിയത് തന്നെ ഒരു കോൺട്രവേഴ്സിയിലാണ്. ഞാൻ ഇപ്പോഴത് എടുത്ത് നോക്കുന്നത്, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഇത് ഈ സ്ട്രീമിംഗ് ചാനൽ 2 ചാനൽസ് തുടങ്ങിയത് കോൺട്രവേഴ്സിയിലാണ്. 2 ചാനൽസും. ബ്രോ മച്ചനെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും കുറ്റം പറയണില്ല. വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നല്ലൊരു സ്ട്രീമിംഗ് കരിയർ ഉണ്ടാവട്ടെ 2 ഗ്യാങ്സിനും. പക്ഷേ ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, കൂടുള്ള ഇപ്പം 2 ഗ്യാങ്ങിലും ഈ 2 ഗ്യാങ്ങിൽ നിന്നും ആൾക്കാർ ഇറങ്ങിയിട്ട് തള്ളക്കി വിളിക്കുന്ന തന്തയ്ക്ക് വിളിക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ഞാൻ കാണുന്നുമുണ്ട്. അതൊക്കെ ഞാൻ പറയണത് ഇത്രേ ഉള്ളൂ, കൂടെ വരുന്ന ആൾക്കാർക്ക് ആദ്യമേ തന്നെ ഇങ്ങനെ വായിക്കൊടുത്ത് തുടങ്ങിയാൽ ഈ കാണുന്ന ഒരാളുടെ അടുത്തൊന്നും ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല. ഇതൊക്കെ വെറുതെ ചുമ്മാ നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്കിനുള്ള കുറച്ച് നാളത്തേക്ക് ഈ സാധനം ഞാൻ ഇന്നലെ വിട്ടിരുന്നെങ്കിൽ ഇന്ന് തൊട്ട് അവിടെ എൻ്റെ കാര്യം പറയാൻ വരുന്ന ആൾക്കാർ നിന്നേനെ. ഇത് ചിലപ്പോൾ നാളെയും കൂടെ വരും. ചിലപ്പോൾ കൂടിപ്പോൾ ഒരാഴ്ചയോടെ കിട്ടും ബ്രോ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. പ്ലീസ്, ഇതല്ല കരിയർ ബിൽഡിംഗ്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യും. ഞാൻ തെറിയൊന്നും വിളിക്കുന്നില്ല, ഞാൻ എൻ്റെ കാര്യം മാന്യമായിട്ട് പറയുകയാണ്. എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, എനിക്കിപ്പോൾ പറയാമായിരുന്നു, പക്ഷെ ഞാൻ പറയുന്നില്ല. ഞാനെല്ലാം വിടുക. എനിക്ക് പറയാം, എനിക്ക് ഈ ഇവന്മാർ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്ക് അടിച്ചു. സത്യം പറഞ്ഞാൽ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാൻ കാര്യം ഇതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അവരെ ഒരുമാതിരി യൂസ് ചെയ്തു. ഗൈസ്, ഞാൻ ലിറ്ററലി എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം വന്ന്. ഇങ്ങനൊരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരാൻ വേണ്ടി അവരുടെ പൈസ ഇല്ലാത്തപ്പോൾ പൈസ ചോദിച്ചിട്ട് പോലും ഈ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ ആൾക്കാർ കൊടുത്തില്ല. അവന്മാരുടെ റിയൽ ലൈഫിൽ വേറെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് അവരുടെ പൈസയ്ക്ക് അവരെയും കൂട്ടിയാണ് ഇവിടെ വന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച് ഇടിക്കാനൊക്കെ ആൾ വരുവാണെന്നൊക്കെ വിചാരിച്ച് എൻ്റെ ചേട്ടന്മാർ അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. നമ്മളെല്ലാവരും അവിടെ ചെന്നപ്പോഴാണ് ഈ പാവങ്ങളെ കാണുന്നത്. ഇവന്മാർ നേരെ ഒന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ഒന്നും ദേഷ്യപ്പെടാൻ പോലും പറ്റിയില്ല സത്യം പറഞ്ഞ. ആൻഡ് വൺസ് അഗെയിൻ ഗൈസ്, ഇതൊരു ഡിസ്കഷൻ ടോപ്പിക് ആവുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പ്ലീസ്, ഇത് ഇൻസ്റ്റാഗ്രാമിലിട്ട് ഇങ്ങനെ വെറുതെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അധികമാക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നമുക്കിവിടെ വിടാം. അപ്പോൾ കോൺട്രവേഴ്സി കാണാൻ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ആ പയ്യന്മാരെ ദൈവം ഇത് അവന്മാരെ വെറുതെ വിട്ടേരെ. ഞാൻ ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും നീ തന്നെ തെറി വിളിച്ച് നീ തന്നെ ഇത് പറയണം എന്നുള്ളൊരു കാര്യമല്ല ബ്രോ. ഇതിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് 100%. ബട്ട് ഇനി അവർക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റാതെ അവർ നോക്കിക്കോളും. ഓക്കെ, ലീവ് ദ ടോപ്പിക്.
കഴിഞ്ഞു. ബാക്കി ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ഇവനെയൊക്കെ ബ്ലോക്ക് ചെയ്യട്ടെ. എന്ത് ആവശ്യത്തിനാണ് ഇവന്മാരെയൊക്കെ ഇതാക്കിയിട്ടേക്കുന്നത്? ശല്യം കോൾസൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോണ. ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തോട്ടെ. എനിക്ക് ഇതൊന്നും വയ്യ. ഞാൻ ഇത് ബ്ലോക്ക് ചെയ്യുവാണേ. ഈ പ്രൊഫൈൽസൊക്കെ എനിക്ക് കോൾ വിളിക്കുന്ന പ്രൊഫൈലൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യുവാണേ. ഞാൻ ബ്ലോക്ക് ചെയ്തു. എനിക്കിനി ഇതിന് റിപ്ലൈ കൊടുക്കാനും ഇതിന് ഡെയിലി നാളെ ഇടുന്ന് വന്നിരുന്ന് പറയാൻ വയ്യ. അവന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവന്മാരെ കൂട്ടുകാരായിട്ട് ഡിസ്കസ് ചെയ്തോട്ടെ. ഇനി വേറെ ആൾക്കാർ ഓരോരുത്തരോടൊന്നും മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് അതിൻ്റെ താല്പര്യമില്ല. മനസ്സിലായോ? ഇഗ്നോർ, ജസ്റ്റ് വിട്ടേർ. പോണവരൊക്കെ ഗസ് കോൺട്രവേഴ്സി കഴിഞ്ഞു, പൊക്കോ. എനിക്കിത് വ്യൂസ് ആക്കാനും കച്ചവടമാക്കാനും താല്പര്യമില്ല. സത്യമായിട്ട് മടുത്തിരിക്കുക. ഞാനൊരു വലിയ പ്രശ്നം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇതും കൂടി ആക്കാൻ എനിക്ക് വയ്യ. ഞാൻ ചില്ലാണ് ബ്രോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല ബ്രോ, ഞാൻ ചില്ല. എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ആരുമായിട്ടും. എനിക്ക് ആരുമായിട്ട് ഇഷ്യൂസ് ഇല്ല. നിങ്ങൾ സ്വന്തമായിട്ട് എന്തോന്ന് വെച്ചാൽ ലോജിക്കലി തിങ്ക് ചെയ്യേണ്ടത് ഇവരാരും അല്ല ഗൈസ്. കാണുന്ന നിങ്ങളാണ്. ഞാൻ ഇപ്പോഴും പറയാ, കാണുന്ന നിങ്ങളാ. ഒരുത്തന് വേണ്ടി, എനിക്ക് വേണ്ടി പോലും ചെയ് വിളിക്കുക എങ്ങും പോവല്ലേ. മണ്ടത്തരവും വേസ്റ്റ് ഓഫ് ടൈമും ആണേ. മനസ്സിലാക്കണേ.